ഇന്ത്യൻ പൗരത്വമെന്ന സ്വപ്നം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ബ്രിട്ടീഷ് വനിത പെപിത സെയ്ദ്. അരനൂറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൽ സ്ഥിരതാമസക്കാരിയായ പെപിതയ്ക്ക് 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പൗരത്വം ലഭിക്കുന്നത്. പുസ്തകങ്ങളിലൂടെ രാജ്യത്തെയും കേരളത്തെയും ലോകശ്രദ്ധയിലെത്തിച്ച പെപിതയെ 2012 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന പെപിത ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന മുത്തച്ഛന്റെ ഡയറി കുറിപ്പിലൂടെയാണ് ഇന്ത്യയെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞത്. വളർന്നപ്പോൾ പെപിത രാജ്യത്തെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചു. 1970-ൽ 27-ാം വയസ്സിൽ ഭർത്താവ് റോഷൻ സേത്തിനൊപ്പമാണ് ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. പിന്നീട് റോഷനുമായി വേർപിരിഞ്ഞെങ്കിലും അവർ ഇവിടെ തുടർന്നു. അക്കാലം തൊട്ടുള്ള പെപിതയുടെ മോഹമാണ് ഇന്ത്യൻ പൗരത്വം എന്നത്. Nowhere is paradise. Everywhere you can find problems. But if you can find good things or things that you can do something good about them, then why not? And I am interested in rituals and people's lives and like that. So I'm happy here. അരനൂറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൽ താമസിച്ചു വരുന്ന പെപിത 2 വർഷം മുൻപാണ് പൗരത്വത്തിനായി അപേക്ഷിക്കുന്നത്. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ചതോടെ ഇന്ത്യക്കാരിയാവുകയെന്ന സ്വപ്നം സഫലമായി. തൃശൂർ കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് പൗരത്വരേഖ സമ്മാനിച്ചത്. ജീവിതത്തിലെ സ്പെഷ്യൽ മൊമെന്റ് എന്ന് വിശേഷിപ്പിച്ചാണ് പെപിത ആ നിമിഷത്തെ അടയാളപ്പെടുത്തിയത്. So things change. So we never know what might happen. But all I can say is that as far as Kerala is concerned, I really love this place. 84 വയസ്സിനിടയിൽ വിദ്യാഭ്യാസവും ഗവേഷണവും ജോലിയും ഒക്കെയായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിനോടകം പെപിത സഞ്ചരിച്ചിട്ടുണ്ട്. 1972-ലാണ് കേരളത്തിലെത്തുന്നതും സ്ഥിര താമസമാക്കുന്നതും. ഫോട്ടോഗ്രാഫർ, ഗവേഷക, സിനിമാ പ്രവർത്തക, എഴുത്തുകാരി എന്നിങ്ങനെ ഇക്കാലത്തിനിടയിൽ പ്രവർത്തിച്ചു. തന്റെ പുസ്തകങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും ഇന്ത്യയെ ലോകത്തിന് പരിചയപ്പെടുത്താനും ഇതിനിടയിൽ അവർക്ക് കഴിഞ്ഞു. വിവിധ മേഖലകളിലെ സംഭാവനകൾ മുൻനിർത്തി 2012-ൽ രാജ്യം പത്മശ്രീ നൽകി പെപിതയെ ആദരിച്ചിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.